ഹലോ, അങ്ങനെ ഞങ്ങൾ അരികമേട് കറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് അവിടെ നിൽക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അടുത്ത് പോകുന്നത് കടലിൻ്റെ നടുവിലേക്കാണ്. ബോട്ട് നല്ല കുലുക്കമുള്ളതുകൊണ്ടും എനിക്ക് നീന്താൻ അറിയുന്നത് കൊണ്ടും ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുകയാണ്. കുഞ്ഞിനെ ഞാൻ മെല്ലെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ അവിടെ സ്ഥലമൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി നേരെ പോകുന്നത് ഓറോവില്ലേക്കാണ്. അവിടേക്ക് പോകണമെങ്കിൽ ബസ്സിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും നേരത്തെ കാലത്ത് എത്തുന്നത് കൊണ്ട് ഇവിടെയും ക്ലോസ് ചെയ്യാൻ 5 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അടിപൊളി സ്ഥലമാണ് കേട്ടോ, സ്വർണ്ണ കളറിലൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറണമെങ്കിൽ ഒരാഴ്ച മുന്നേ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. എത്രയോ രാജ്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബീച്ച് സൈഡിൽ നിന്ന് വെയിലായതുകൊണ്ട് പെട്ടെന്ന് പോന്നിരുന്നല്ലോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ ബീച്ച് സൈഡിലേക്ക് പോയി BR അംബേദ്കറിൻ്റെ സ്റ്റാച്യു ഒക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് ചായ കുടിക്കാൻ കയറി. അപ്പോൾ പോണ്ടിച്ചേരിയോട് ബായ് പറയാണ്. അപ്പോൾ ഇത്ര